ആ ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മൾ പുതിയൊരു ചലഞ്ചായിട്ട് വന്നേക്കുവാണ്. കുറച്ച് ദിവസമായി നമ്മൾ വീടെടുത്തിട്ട് അല്ലേ, കുറേ ദിവസമായി അല്ലേ, മാസങ്ങളായി. അപ്പോൾ വീണ്ടും ചലഞ്ചായിട്ട് വന്നേക്കുവാണ്. ചലഞ്ചല്ലേ നമുക്ക് വേണ്ടത്? അതെ, ഞങ്ങൾ പുതിയ ചലഞ്ചായിട്ട് വന്നേക്കാണ്. കഴിഞ്ഞ ചലഞ്ച് ചെയ്തത് ഞങ്ങൾ 3 സ്പൈസി നൂഡിൽസ് ആയിരുന്നു. ഇത്തവണ ഞങ്ങൾ ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് ആണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അധികം വരാത്തൊരു വീഡിയോ ആണ് ഈ ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പുതിയ ചലഞ്ചായിട്ട് വന്നേക്കുവാണ്. ഞങ്ങളുടെ കൂടെ പുതിയൊരു 3 ആളുകളുണ്ട്. അജിത്തിൻ്റെ 3 അനിയന്മാരുണ്ട് നമുക്ക് കൂടെ. ബാക്കിയുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം നമുക്ക് അടുത്തത് ഇനി ഒരുപാട് പറഞ്ഞില്ല, നേരെ നമുക്ക് ഫുഡുണ്ടാക്കാം. അപ്പോൾ ഗായ്സ് ദേ നമ്മൾ ചൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് പൊട്ടിക്കാം. ഞാനല്ല പൊട്ടിക്കാൻ പോണെന്ന്, നമ്മൾ അജിത്തായിരിക്കും പൊട്ടിക്കാൻ പോകണം. അതെല്ലാം ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ പറയും. ഇനി മൊത്തം ചെയ്യുമ്പോൾ അജിത്തായിരിക്കുന്നത്. അജിത്തിന് മോഹം ഉണ്ടെന്ന്, അവനെല്ലാം ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ അജിത്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. നമ്മൾ പൊട്ടിച്ച് വന്നപ്പോഴുണ്ടോ, നമുക്ക് അതിനുള്ളിൽ 1 2 3 4 പാക്കറ്റാണ് നമുക്ക് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് ഇടാം. പൊട്ടിച്ചടാ. ഏറ്റവും ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നൂഡിൽസിൻ്റെ ഒരു കളറല്ല നമുക്കിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് മസാലകൾ വരുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതിലുള്ള ഒരു ഇതാണ് എൻ്റെ കളർ, ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ വരുന്നത്. വേണ്ട, ഇതുണ്ട് ഒരു ബ്ലാക്ക് കളർ നൂഡിൽസ് നമുക്ക് ഇത് വരുന്നത്. നമുക്ക് ആദ്യം ഇതിലേക്ക് ഇടാം. പൊട്ടിച്ചോ, പൊട്ടിച്ചോ. അപ്പൊ നമ്മൾ 4 പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്കൊന്ന് ഇളക്കാം. നല്ല ചൂടായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ശരിക്കും നൂഡിൽസ് അലിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം പറ്റിയിട്ട് നമുക്ക് ഒന്ന് മസാല ഇടാമെന്ന് ഓർത്തിട്ടാ. 4 മസാല ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പുണ്ട്. നമുക്ക് ഇതിനി പതിയെ പൊട്ടിക്കാം. നമുക്കെല്ലാം പൊട്ടിച്ചോളാം. നമ്മളെന്നാൽ എല്ലാം ചെയ്യുമ്പോൾ അജിത്തായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോസ് ഉള്ളത്. 2 ടൈപ്പ് സോസ് ഉണ്ട്. ഇത് ആദ്യം പൊട്ടിച്ചാൽ മതി. ഇത് അത്രയ്ക്കൊന്നും വലിയ ഡേഞ്ചർ ഇല്ലാത്ത ടൈപ്പ് സോസ് ഒന്നും തോന്നും. അപ്പോൾ ആദ്യമേ ഇത് പൊട്ടിക്കാം. അജിത്തേ പൊട്ടിച്ചോ. ഇന്ന് നല്ല അജിത്ത ചെയ്യാൻ പറയാൻ പറഞ്ഞല്ലോ. അജിത്തായി എല്ലാം ചെയ്യാൻ പോണത്. എനിക്കിത് മറ്റേ മസാല ടൈപ്പ് സോസാണ് കാണുന്നത്. ഇത് കറുപ്പാടാ, കറുപ്പ്. എല്ലാം നൂഡിൽസിന്റെ കളറും കറുപ്പ്, സോസിന്റെ കളറും കറുപ്പ്, എല്ലാം കറുപ്പാട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. മിക്കവാറും നിന്ന് ഏറി കത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെ ഉണ്ടാകും എനിക്ക് പിടുത്തമില്ല. യൂട്യൂബിലൊന്നും അധികം ആളുകൾ ഇടാത്ത ഒരു ടൈപ്പ് സോസും കൂടി അത്. സോസ് അല്ല, നൂഡിൽസ് ആണ് സത്യം പറഞ്ഞത്. അതങ്ങനെ അധികം ആളുകൾ ഇത് ഈ ഒരു ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് അധികം ആളുകൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇന്ത്യയിലൊന്നും അധികം ആളുകൾ ഇത് ഈ ഒരു നൂഡിൽസ് അധികം ഉണ്ടാക്കിയത്. പുറത്തേക്കാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത 4 പൊട്ടിച്ചില്ലടാ, 4 പൊട്ടിച്ചു. അപ്പൊ ഗൈസ് 4 നമ്മൾ പൊട്ടിച്ചിട്ട് ഇനിയാണ് നമ്മൾ മെയിൻ ഐറ്റം പൊട്ടിക്കാൻ പോണത്. ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് സാധനം. ഇതാണ് റിസ്ക്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ സുഖം മൊത്തം വരും. പൊട്ടിയോളാ ഇതേ. ഇപ്പോഴെന്നെ ചെറിയൊരു കുത്തിൽ തുടങ്ങിയിട്ടുണ്ട് മണം. ആദ്യം ഒരു സോസ് വെച്ചപ്പോൾ തന്നെ ഇനി അടുത്തൊരു മെയിൻ മസാല ഇടുമ്പോഴാണ് നിങ്ങൾ കത്താൻ പോണ സാധനം. റെഡിയിട്ടുണ്ട്. ഫിറാസിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം കേട്ടോ. ഫിറാസിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മണടിക്കുമ്പോൾ തന്നെ എൻ്റെ പോലെ നല്ലൊരു ഫോട്ടറുണ്ട്. നല്ല കിടില മണം കേട്ടോ. മിക്കവാറും ഞങ്ങളിൽ എല്ലാവരും ഇവിടുന്ന് ഓടാൻ ചാൻസ് ഉണ്ട്. അപ്പുറത്തൊരു കനാലുണ്ട്. ആ കനാലിൽ ഓടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത്രയ്ക്കും മണാണത്. വെള്ളം പറ്റി ഞങ്ങൾ എന്തായാലും പതിവ് ഇത് ഇറക്കി വെക്കാൻ പോകണം ഗൈസ്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റ് ഇഞ്ചറാ. ആദ്യമേ പിള്ളേരുള്ളതുകൊണ്ടേ എത്രമാത്രം ആവുമെന്ന് അറിയാൻ പാടില്ല ഗൈസ്. എല്ലാവരും കറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ അധികം ചലഞ്ചായിട്ട് സത്യം പറയാൻ എടുക്കുന്നില്ല. അത് പിള്ളേരുള്ളതുകൊണ്ടാണ്. കുറച്ച് കൊടുക്കാം പിള്ളേർക്ക്. അമ്മമാർ കറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഞങ്ങൾ കഴിച്ചിട്ട് തന്നെ ഞങ്ങൾ വല്ലാണ്ടായി പോയതാണ് ഗൈസ്. അപ്പം അതെ എല്ലാ പ്ലേറ്റിലും നൂഡിൽസ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞാണ് എത്ര ലിറ്റർ നമ്മളാണ് ഇപ്പം മേടിച്ചത്? 1 ലിറ്റർ അടുത്ത് എന്താണ് മേടിച്ചത് എനിക്ക് തോന്നുന്നു. എന്നിട്ട് 2 പാക്കറ്റ് പാല് ഞങ്ങൾ മേടിച്ചു. പക്ഷെ അത് കഴിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് അത് ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും കിടന്നിട്ട് ഓട്ടത്തോട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ 4 ലിറ്റർ ഐസ്ക്രീം ആണ് മേടിച്ചത്. ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അതൊക്കെ 4 ലിറ്റർ ഐസ്ക്രീം വേണം. കാരണം ഇല്ലെങ്കിൽ പറ്റില്ല, നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നൂഡിൽസ് കഴിക്കാൻ പോകണം ഗൈസ്.
ഇത് ചലഞ്ചട ഞാൻ കൂട്ടുന്നില്ല, അതല്ല നല്ലത്. അത് നല്ലത്. കഴിക്കാം നമുക്ക് അതിനെ. സാധാരണ നൂഡിൽസിന് അത്ര ടേസ്റ്റ് വേണ്ട കേട്ടോ. ചുണ്ടൊക്കെ പുകയടാ, ഇവിടെ എല്ലാരും എരിഞ്ഞ് കത്ത് തരാം. ഇതൊരു കഴിക്കണ പോലെ കഴിക്കണം അവിടെ ഒരുത്തൻ. എന്റെ കൂടെ ഇങ്ങനെ സാധിക്കണം ഉണ്ണിക്കൂട്ടാ. നിനക്കൊന്നും തോന്നില്ല ഇവ്. നമുക്കൊന്ന് എരിവ് ഫീൽ ചെയ്യണില്ല കേട്ടോ. വെക്കുന്നു പാവം പിള്ളേരൊക്കെ. നോക്കടാ, ഒരു തക്കാൻ കരയാന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ ഒരു ഐസ്ക്രീം പൊട്ടിക്കാൻ പോകാം, അല്ലെങ്കിൽ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഇതിന്റെ ടേസ്റ്റ് എന്താ അറിയാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ആദ്യം ചലഞ്ച് തുടങ്ങിയും ചലഞ്ചിന് കൂട്ടുന്നില്ല. അത്രയ്ക്ക് ഇരുന്ന് നമുക്കതിനെ അറിയാം. ഞങ്ങൾ എനിക്കൊന്ന് ഇന്ത്യയിലെ ആളുകൾ, എനിക്കൊന്ന് ഇന്ത്യയിലെ യൂട്യൂബേഴ്സും അധികം ഉണ്ടാക്കാത്തൊരു യൂട്യൂബേഴ്സും കൂടിയത് അല്ലേ? അതെ, അവിടെ ഐസ്ക്രീം പൊട്ടി തീർച്ചയാണ് ഞങ്ങൾ ഐസ്ക്രീം പൊട്ടിയിട്ട് പറ്റണില്ല സത്യം പറഞ്ഞാ. അവിടെ പൊട്ടിക്കണ പൊടിക്കാതെ പൊട്ടണ്ട ഐസ്ക്രീം. ഐസ്ക്രീം എന്നാ പൊട്ടത്തെ കീറണ. പൊട്ടില്ല. എവിടാ മൊത്തം കഴിച്ചു നിന്നൊക്കെ പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞിട്ടില്ല, കഴിച്ചു ചെയ്യുന്ന പറഞ്ഞേ. എടാ കഴിച്ചോ. ഈ സ്പൂണാക്കി ഇവിടെ കിട്ടിയത്. അത് വെക്കണ്ട, ഈ സ്പൂൺ തരാ. ഞങ്ങൾ കുറച്ച് വെച്ചുള്ളൂ കേട്ടോ, പറ്റണ്ട. അതോ തരുവാ നമുക്ക്. കണ്ണീന്ന് വെള്ളം വന്ന്, പക്ഷെ മിണ്ടില്ല, പിടിച്ചു നിൽക്കും. അതാണ് ഉണ്ണിക്കോട്ടെ. കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ പിടിച്ചു നിൽക്കും. എത്ര എരി പിടിക്കും. എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിൽ ഉണ്ണിക്കാൻ പിടിച്ചു നിൽക്കും. വളർത്തേ വളർത്ത മിണ്ട് കഴിക്കാം. ഉണ്ണിക്കോട്ടെ സെക്കൻഡ് പാർട്ടേ പറ്റുള്ളൂ. ഇവിടെ പിടിച്ചു നിൽക്കൂട്ടോ നല്ല രീതി. അത് ബാക്കി വിടാ. അയ്യോ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. എടാ ജിത്തേ, എടാ നമ്മള് കഴിഞ്ഞ ഒരു നൂഡിൽസ് കഴിച്ചതിന് എത്ര ടേസ്റ്റ് ഉണ്ടാവും? അത്ര രൂപ ഉണ്ടോ? ഇത് നല്ല രൂപ പിടിക്ക് വേണോ? എടാ ഉണ്ട് എങ്ങനെയാടാ? അതിനാണ് ഇതിനാണ് എരിവുള്ളു? അതാണോ എരിവുള്ളു? നിനക്കെന്ത് തോന്നണേ? 20 തോന്നണേ? എനിക്ക് സത്യം പറഞ്ഞാൽ 3 സ്പൈസി നൂഡിൽസിനാണ് എനിക്ക് തോന്നുന്നു ഒരു എരിവ് കൂടുതൽ തോന്നാൻ. എനിക്ക് ഉണ്ണിക്കൊന്നും തോന്നിട്ടുള്ളത്. അജിത്തിന് തിരിച്ചാണ്, അജിത്തിന് ഇതിനാണ് ഏറ്റവും കൂടുതൽ എരിവ് തോന്നുന്നത്. അത് നിനക്ക് എങ്ങനെയാ? ഇതാണോ തോന്നിയത്? എനിക്ക് 3 സ്പൈസ് അത് കഴിച്ചപ്പന്നല്ലേ ഇവിടെ മൊത്തം പുകഞ്ഞതിന്റെ. ഇതങ്ങനെ പുകയണില്ല, എന്റെ നാക്കം ഇപ്പൊ പുകയുള്ളൂ. നാക്കും തൊണ്ടേ സുത്താൻ ചെലപ്പ. എന്താ ഒന്ന് കൂട്ടാക്കി. ഇനി നമുക്ക് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം. ഇതിനൊക്കെ എരിവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എടാ പറടാ, എങ്ങനെയുണ്ടാ എരിവും കാര്യങ്ങളൊക്കെ? ചൊച്ചപ്പെടാ, ഭയങ്കര എരിവാ. നല്ല എരിവുണ്ടാ? എങ്ങനെടാ ഫസ്റ്റ് ടൈമിൽ എങ്ങനെ ഇങ്ങനത്തെ നൂഡിൽസ് വെക്കണം? നീ പറയാൻ പറ്റില്ല, അത്ര എരിവാണോ? ആ നമ്മള് പറയാമത്തേ ആ മോഹം കഞ്ചത്താ നീ. കണ്ണൊക്കെ പൊന്നി ചേർക്കുക. എങ്ങനെയുണ്ടാ കൂട്ടാ എരിവ്? അവിടെ അകത്ത് ഐസ്ക്രീം തിന്നാണ്ട് മാത്രം നിൽക്കണ. എങ്ങനെയാ എരിവ്? തുടങ്ങിയപ്പോ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. തുടക്കം ഐസ്ക്രീം എരിവ് അധികം പറ്റാ. നീ എങ്ങനെയാ ഇങ്ങനത്തെ എരിവുകൾ കൂട്ടി വെച്ചിട്ടുണ്ടോ? അപ്പോഴും ഇവനും
ആദ്യം എത്ര എരിവുള്ള ഫുഡ് കഴിക്കണം. ബാക്കി ഞങ്ങൾ ഏതെങ്കിലും ആ 3 സ്പൈസി നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. ഇവർ ആദ്യം രസം കഴിക്കണം. അതുകൊണ്ട് എങ്ങനെയുണ്ട് ഇപ്പം? സൂപ്പറാണോ? നല്ല എരിവ് പിരിയുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്? ആണല്ലേ? ഉണ്ണിക്കട ചുണ്ടൊക്കെ കണ്ട ചുവന്ന് ഇവിടെ മൊത്തം ഐസ്ക്രീം തിന്നോണ്ടിരിക്കും. മഴ തിന്ന് കളിക്കുക. വീട് സമ്മതിക്കണം പോകില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ അങ്ങനെ ഗോസ്റ്റ് പെപ്പർ നൂഡിൽസ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് 4 ലിറ്റർ ഐസ്ക്രീമാണ്. 3 ലിറ്റർ പൈസ ഇപ്പൊ തീർന്നു ഗൈസ്. ഒറ്റയാണ് 3 ലിറ്റർ പൈസ നിന്ന് അതോടെ തരുവാണ്. ഇവിടെ എല്ലാവരും തിന്ന് തകർക്കുക. എടാ ആകെ തിന്ന് തീർത്തടാ നൂഡിൽസ്. നീ കഴിച്ച് തീർത്ത്? ഓ ഇവര് രണ്ടുപേരാണ്. ഇവനെ നോക്കട്ടെ, ഇവൻ കഴിഞ്ഞാണ് നൂഡിൽസ് വെച്ച്. അവൻ സത്യം പറഞ്ഞ ആദ്യം അടുത്ത എരിവുള്ള ഒരു ഫുഡ് കഴിക്കണം അല്ലേ? ഇവൻ ആദ്യം അത്ര എരിവുള്ള ഫുഡ് കഴിക്കണത്. അപ്പം കഴിച്ച് തീർത്തു. എന്തായാലും സന്തോഷം ഉണ്ടെങ്കിൽ കത്തില് ഇത്ര എരിവുള്ള ഫുഡ് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ച് തീർത്തിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. കാരണം കഴിച്ചാൽ ഞാൻ എവിടെയും കിടന്നു എനിക്ക് ഉറപ്പാം. അത്രയ്ക്ക് എരിവാ. ഒരുത്തന്നെ ഇവന്റെ ചുണ്ടും ചുവന്ന് കളറായി. അതുപോലെ എരിവുള്ള സാധനമാണത്. ഇവനൊക്കെ എടാ എങ്ങനെയുണ്ടോ വന്നിട്ട് പറ്റില്ല കഴിച്ച് അതുപോലെ എരിവാണ്. അത്തിപ്പന ചുണ്ടൊക്കെ പൊട്ടുണ്ട്. പക്ഷേ 3x സ്പൈസിക്ക് ആണെങ്കിൽ തോന്നുന്നു കുറച്ചും കൂടി എരിവ് കൂടുതൽ ഫീൽ ചെയ്യണത്. ഇതൊക്കെ പറയുമ്പോൾ പോലും തിന്നോണ്ടിരിക്കും ഐസ്ക്രീം. കാരണം അതുപോലെ എരിവാണ്. അവന് കിട്ടിയത് അടി മസാല കിട്ടിയത്. ആ മസാല തിന്നാണ് അവൻ ശരിക്കും എരിവ് കൂടുതലായിപ്പോവന്. അതാണ് ഇത്ര ഐസ്ക്രീം കിടന്ന് തിന്നണത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.